நகரில கீர்த்தனை ஒண்ணு பாடுறீங்களா? நான் தான் நாகவல்லி. ஐயோ ஐயோ ശ്രീദേവി ചേച്ചിയാണെന്നാ തോന്നുന്നേ. എന്താ നവലേട്ടാ ഒന്ന് വന്നേ. ആ ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടും നെഞ്ചുവേദനയും. എന്താ എന്തു പറ്റി? ഏതാണ്ട് കണ്ട് പേടിച്ചു എന്നാ പറയുന്നേ. എന്തു പറ്റി ശാന്തേ? എങ്ങാണ്ട് ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. നോക്കിയപ്പോ ജനലിൽ ഒരുത്തി മുടി അഴിച്ചിട്ട് നിൽക്കുന്നു. ചുമ്മാ നിങ്ങൾക്കൊക്കെ വെറുതെ ഓരോന്ന് തോന്നുന്നതാ. രാത്രി അതും ഇതും ആലോചിച്ച് കിടന്നിട്ടാ. പേടിയുണ്ടെങ്കിൽ അടുത്ത മുറിയിലെങ്ങാണ്ട്. എന്താ എന്ത് പറ്റി? ഇതാരും അറിഞ്ഞ് പൊട്ടിച്ചിരിക്കണു. വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പൊ ആരാ മുടിയഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും? ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട. പറഞ്ഞേക്കാം. വാ ശ്രീദേവി ഇങ്ങ പോര്. ചന്തു, ആരായി സ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കിയത്? ഉണ്ണിത്തന്നെ മോല. എന്നാ ചിറ്റപ്പനോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, ഭൂതമുണ്ട്.
ചന്തു പോയി കിടന്നോളൂ, നാളെ അന്വേഷിക്കാം. ചെല്ലേ, ശ്രീദേവൻ വയ്ക്കോ. പേടിക്കണ്ട, കിടന്നോളൂ. മുൻകൂർ ഒരു കാര്യം പറഞ്ഞേക്കാം, ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിണ്ടിയേക്കരുത്. ഞങ്ങള് പറയണത് അക്ഷരം മൃഗങ്ങളെ അനുസരിച്ചാ മതി. എന്താ എന്താ കാര്യം? ഗംഗയും നഗലൻകുട്ടിയും ഇന്ന് തന്നെ ഇവിടുന്ന് താമസം മാറ്റണം. എന്തിന്? എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ നഗലൻകുട്ടി ഇത്. ഇനി ഇപ്പൊ പരീക്ഷിക്കാനൊന്നും നിക്കണ്ട. വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരദ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്നിവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. താനൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത്. അമ്മാവ, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന്. ഗംഗയില്ലേ ഇത്? എന്തു പറ്റി? ഗംഗേ, സാരിയെല്ലാം കത്തി. ഗംഗേ, ഗംഗേ, ഗംഗേ. ഗംഗേ, 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 എന്തു പറ്റി? എന്തു പറ്റി? നകുലേട്ടാ, വേണ്ട വേണ്ട, കിടന്നോളൂ. എന്താ പറ്റി? എന്തു പറ്റി? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നകുലേട്ടാ. സാരിത്തുമ്പോ കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എവിടെ വെച്ചായിരുന്നു? ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല, വരാന്തയില് നിൽക്കായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു, ഞാനും ശ്രീദേവിച്ചി മാത്രം. ഇപ്പൊ അങ്ങനെയുണ്ട്. എനിക്കൊന്നുമില്ല, നകുലേട്ടൻ പൊയ്ക്കോളൂ. അല്ലി, ഒരു സാരി എടുത്തേ.